പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ എന്താ പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് എൻ്റെ ഹസ്ബൻഡ് ബർത്ത്ഡേ ആണ്. അപ്പോൾ നമ്മൾ ഇന്ന് സർപ്രൈസ് കൊടുക്കാൻ അവിടേക്ക് പോവാം കേട്ടോ. അപ്പോൾ ഞാനും ചേച്ചിയും കൊച്ചും കൂടിയാണ് പോണേ. മോൻ വരുന്നില്ല, അവനൊന്ന് സ്കൂളിൽ പോയിരുന്നു. അപ്പോൾ ആളറിഞ്ഞിട്ടില്ല. അപ്പോൾ നമുക്കൊരു കേക്കൊക്കെ മേടിച്ച് സർപ്രൈസ് ആയിട്ട് പോകാം. അപ്പോൾ അവൾ പുറകിലിരുന്നിട്ട് വീഡിയോ എടുക്കണതാട്ടോ. അപ്പോൾ അങ്ങനെ ഇതിപ്പോൾ എത്താറായിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് കൂടി കഴിഞ്ഞ് എത്തും. ദൂരമുണ്ട്. തിരൂർ ആണ് ഇപ്പോൾ. അവിടെ വരെ ഓടിക്കണം. ഒരു 1.5 മണിക്കൂർ തൃശ്ശൂർ കൂടി പോകുമ്പോൾ ഉണ്ട്. അപ്പോൾ അത്ര ദൂരം പോയിട്ട് അപ്പോൾ അതേ കേക്ക് മേടിക്കുന്നിടത്ത് എത്തിയിട്ടാണ്. അപ്പോൾ നമുക്ക് കേക്ക് മേടിക്കാം. ഏതാ കേക്ക് മേടിക്കണമെന്ന് നമുക്ക് പിന്നെ പറയാം. അപ്പോൾ അതേ അവിടുത്തെ വഴിയിലെത്തിയിട്ടാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വഴിയിൽ ഗേറ്റ് അടച്ചിട്ടേക്കുക. ഗേറ്റ് അടച്ചത് ഇപ്പോൾ നമ്മൾ വിളിച്ച് പറഞ്ഞ് തുറന്ന് കഴിഞ്ഞാൽ എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അറിയില്ല. അത് കാരണം നമ്മൾ ഗേറ്റ് തുറക്കാൻ പറയണില്ലേ. പുറകിലെ കൊച്ച് നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ തുറക്കാൻ കിട്ടുന്നില്ല. അപ്പോൾ അപ്പുറത്തെ വഴിയിൽ കൂടെ നടന്ന് നമ്മൾ പോവുക. അപ്പോൾ പോകുമ്പോൾ പതുക്കെയാണ് പോകണത്. പുറത്തെങ്ങാനും ഇരിക്കണ്ടോ എന്ന് അറിയില്ലല്ലോ. അപ്പോൾ അങ്ങനെ കുറച്ച് ഉണ്ട് നടക്കാൻ. അപ്പോൾ വഴി കയറി പോവുകയാണ്. അപ്പോൾ പോണ വഴിക്ക് കുറച്ച് കുന്നിക്കുരുവൊക്കെ കണ്ട് അതൊക്കെ പെറുക്കാമെന്നും പറഞ്ഞിട്ട് ആണ് പോണത്. അപ്പോൾ കൊച്ചു മുന്നിൽ പോകുന്നുണ്ട്. അപ്പോൾ ചെരുപ്പിൻ്റെ ഒച്ച കേൾക്കുമ്പോൾ ഞാൻ പറയുന്നുണ്ട്, ചെരുപ്പിൻ്റെ ഒച്ച കേൾക്കുന്നുണ്ട്, ഈ പതുക്കെ പോകുന്നു. അപ്പോൾ അവിടെ ചേച്ചി തുടച്ചുകൊണ്ടിരിക്കുക. അപ്പം ഞാൻ ചേച്ചിയോട് പറയുന്നുണ്ട് മിണ്ടണ്ട, എവിടെയാണെന്നൊക്കെ ചോദിക്കുമ്പോൾ ചേച്ചി പുറത്താന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ കയറിപ്പോവാം. അപ്പോൾ പുറത്തേക്ക് പോവാമെന്ന് വെച്ച് നോക്കുമ്പോൾ അവിടെ ചെരുപ്പ് കിടക്കുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ആൾ റൂമിലുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് കിടക്കുക കേട്ടോ. ചെരുപ്പ് അവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഇതേ വാതിലടച്ചിട്ടുണ്ട്. ഒന്ന് പതുക്കെ തുറക്കാം. അപ്പോൾ അത് കണ്ടതോടുകൂടെ സർപ്രൈസായിട്ട് കണ്ടതോടെ അന്തം വിട്ട് നിൽക്കുക കേട്ടോ. എന്താ പറയാണ്ട് വന്നതെന്നൊക്കെ വെച്ചാൽ അങ്ങനെ കേക്കൊക്കെ കൊടുത്ത് ഇതാണ് കേക്ക് മേടിച്ചത് നമ്മൾ. അപ്പോൾ അതേ അവളുടെ മുഖത്ത് അത് തേച്ചിട്ട് അങ്ങനെ കേക്ക് മുറിക്കുക. അപ്പോൾ അവിടെ കുറച്ച് പണിക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടി മൊത്തം കഷ്ണങ്ങളാക്കിയതിന് ശേഷം തരാമെന്നും പറഞ്ഞിട്ട് അങ്ങനെ മുറിച്ചുകൊണ്ടിരിക്കുക ഓരോ കഷ്ണങ്ങളായിട്ട്. 10-12 പേരുണ്ട്. അപ്പോൾ എല്ലാവർക്കും കൊടുക്കട്ടെ. പിന്നെ ഇടയ്ക്കൊരു ശബ്ദത്തിനൊരു വ്യത്യാസമുണ്ട്, ജലദോഷം ആയതുകൊണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കൊച്ചിന് അതിനകത്തെ ചതുര കഷ്ണം വേണമെന്നും പറഞ്ഞിട്ട് അവൾക്ക് എടുത്ത് കൊടുക്കും. കണ്ട, അതാണ് ചേച്ചിമാർ പണിക്ക് വന്നേക്കണേ. അപ്പോൾ അനുമോൾക്ക് അത് വേണമെന്നും പറഞ്ഞ് അങ്ങനെ കിണുങ്ങി നിൽക്കുക. അപ്പോൾ ഡാഡി അത് തരാമെന്നും പറഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ എന്തൊക്കെയോ പറഞ്ഞ് സോപ്പിടുന്നുണ്ട്. എന്താ പറയാണ്ട് വന്നതെന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങനെ നിൽക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു സർപ്രൈസ് വരുമ്പോൾ പറഞ്ഞിട്ടാണോ വരിക എന്നൊക്കെ ചോദിച്ച്. അതിലൊരെണ്ണം കൊച്ചിന് കൊടുത്തു. അതിന് ഞാനിത് കണ്ടില്ല കേട്ടോ. കണ്ടെങ്കിൽ ഞാനത് മേടിച്ചെന്നെ. ഒരെണ്ണം ചേച്ചിക്കും കൊടുത്തു, എനിക്ക് തന്നില്ല. അപ്പോൾ അവളും തിന്ന് കൊച്ചും തിന്ന് കഴിഞ്ഞിട്ട് അങ്ങനെ നിൽക്കുക. അപ്പം ഞാൻ കെട്ടിപ്പിടിച്ചൊരു ഫോട്ടോ എടുക്കുക. അങ്ങോട്ട് നോക്കാൻ പറഞ്ഞ വലിയ ഇഷ്ടമില്ല. അപ്പോൾ അതാണ് കേട്ടോ. ഇന്ന് കശുവണ്ടി ഉരിയലാണ് അവർക്ക്. അപ്പോൾ അവർ പറയുന്നുണ്ട് ചോദിച്ചിട്ട് വേണമല്ലോ ചോദിച്ചാൽ അവൾക്ക് കൊടുക്കണമെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞാൽ അങ്ങനെയാണ്, ചോദിച്ചാലേ തരുള്ളൂ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതേ കേക്കൊക്കെ മുറിച്ച് എല്ലാവർക്കും കൊടുക്കാനുള്ള പരിപാടിയാണ്. ചോദിച്ചിട്ടാണ് എനിക്ക് തന്നത്. അപ്പോൾ അങ്ങനെ അപ്പോൾ ഒരു ഇച്ചിരി ഞാനെടുത്ത് ഇച്ചായനും കൊടുത്തു. അപ്പോൾ അങ്ങനെ കേക്ക് എല്ലാവർക്കും കൊടുക്കലൊക്കെ കഴിഞ്ഞു. മിഠായി മേടിച്ചിട്ടുണ്ടായിരുന്നുണ്ട്, കേക്കും മിഠായും. അത് കഴിഞ്ഞിട്ട് അവൾ മറ്റേ സ്നോ പോലത്തെ ഇത് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അത് അടിക്കാമെന്നും മറന്നുപോയി. അപ്പം ഞാൻ പോയിട്ട് അകത്ത് ഒരു ചേച്ചിയുണ്ട്, ആ ചേച്ചിനെ വിളിക്കാൻ പോയതാണ്. അപ്പോൾ എല്ലാവർക്കും എത്തുകൊണ്ടിരിക്കുമ്പോൾ അവൾ പറഞ്ഞു എന്നാൽ സ്നോ അടിക്കാമെന്നും പറഞ്ഞിട്ട്. അപ്പം ഞാൻ പറഞ്ഞു വേണ്ട, കേക്കിലേക്ക് ആവുമെന്നും പറഞ്ഞിട്ട് ഇരിക്കുക. അതേ അവിടുത്തെ ചേച്ചിക്ക് കൊടുക്കുക. ആ ചേച്ചി അടുക്കളയിൽ അമ്മമ്മയും. അപ്പോൾ ആളെ വിളിക്കാൻ പോയതായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അനുമോൾ ചോദിക്കുന്നുണ്ട് എനിക്കില്ലേ കേക്ക് എന്നൊക്കെ. പക്ഷേ ടേസ്റ്റ് ഉണ്ട് കേട്ടോ, നല്ല കേക്കായിരുന്നു. ഒരു തരം ചോക്ലേറ്റ് കേക്ക്. ചോക്ലേറ്റ് ആണോ എന്ന് ചോദിച്ചാൽ ചോക്ലേറ്റിൽ എന്താണ്. അപ്പോൾ എണ്ണ നോക്കി എത്ര പേർക്ക് ഇനി കേക്കിൻ്റെ എല്ലാവർക്കും കൊടുത്തതിന് ശേഷം 3-4 പേര് വരാനുണ്ട്. അപ്പോൾ അവർക്കുള്ളത് മാറ്റി വയ്ക്കാൻ വേണ്ടിയിട്ടേ. അപ്പോൾ ഇച്ചയും പറയേണ്ടി 200 രൂപ കേക്ക് മേടിച്ചുകൊണ്ടൊന്ന് പറ്റിക്കാന്ന്. അപ്പോൾ അവർക്ക് ഫ്രിഡ്ജിലേക്ക് വെക്കാൻ പോയി നേരം കൊണ്ട് ഞങ്ങൾ ചേച്ചി കേക്ക് എടുത്ത് എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. അങ്ങനെ
അപ്പോൾ അമ്മമ്മ ചോദിക്കുകയാണ് എന്താ വിശേഷം എന്ന് ചോദിച്ചപ്പോൾ ഇച്ചായൻ്റെ ബർത്ത്ഡേ ആണെന്ന് പറയായിരുന്നു. അപ്പോൾ അതെ അങ്ങനെ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ആ ചേച്ചിമാർ വർത്താനമൊക്കെ പറഞ്ഞിട്ട് പോവുക എന്നൊക്കെ പറഞ്ഞിങ്ങനെ നിൽക്കുക. അതിൻ്റെ ഇടയ്ക്ക് സ്നോ അടിച്ചത് ഇപ്പോഴാണ്. സ്നോ മേത്ത് മുഴുവനായി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അതൊക്കെ പൊക്കോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പറയേണ്ടിരുന്നത് ഡ്രസ്സ് മുഴുവനും കറിയാക്കിയെന്ന് പറഞ്ഞ് അങ്ങനെ നിൽക്കുക. അതിൻ്റെ ഇടയ്ക്ക് അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു വേണ്ട, ഒരു ബിരിയാണി കിട്ടണതല്ലേ, ബിരിയാണി പുറത്തുനിന്ന് മേടിക്കാമെന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടാണ്. ഇറങ്ങിയപ്പോഴാണ് ഞാൻ അടുത്ത കെട്ടെന്ന് പറഞ്ഞില്ലേ, കുന്നിക്കുരല്ല, മഞ്ചാടി. അപ്പോൾ അതൊക്കെ പെറുക്കിയെടുത്തു, കുറച്ച് അധികം പെറുക്കിയെടുത്തു. അപ്പോൾ അനു പറയണം അനുവിൻ്റെ ഷോളിൽ വെച്ചോ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നടു റോട്ടിലിരുന്നിട്ടാട്ടാ ചെയ്യണേ. അത് അവിടെ നിന്ന് പറക്കിക്കൊണ്ട് വന്നിട്ട് ആ തണ്ടേപ്പട പറക്കിക്കൊണ്ടുവന്ന് ഇപ്പം നടു റോട്ടിൽ വെച്ചിട്ട് അത് പോയി വീണു. അപ്പോൾ അത് പറക്കിയെടുക്കുക. അപ്പോൾ വണ്ടിക്കാരൊക്കെ നോക്കിയിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വേറെ വണ്ടിക്കാരൊക്കെ നോക്കണമെന്നും പറഞ്ഞ് നിൽക്കുക. അത് കഴിഞ്ഞ് അവിടെ നിന്ന് പതുക്കെ ഞങ്ങൾ നെക്സ്റ്റ് ജോലിക്ക് വന്ന് ഇച്ചായും വന്നില്ല കേട്ടോ. ഇച്ചായന് എന്തോ തിരക്കുണ്ടെന്ന് പറഞ്ഞിട്ട് ഇച്ചായും വന്നില്ല. ഞാനും അവളും കൊച്ചും കൂടി വന്ന് നെക്സ്റ്റ് ജോലി വന്ന് ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും കഴിച്ചു. അത് കഴിഞ്ഞിട്ട് പതുക്കെ ഇറങ്ങാമെന്നും പറഞ്ഞിട്ട് അങ്ങനെ പോയി.